നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ നല്ല കൊടംപുളി ഇട്ട് വെച്ച മീൻകറിയും അടിപൊളി കോംബോയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഷാദിപൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാദിപൂർ പോയപ്പോഴത്തേക്ക് മലയാളിക്കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അവിടെ നല്ല മീൻകറി ഉണ്ടെന്ന് പറഞ്ഞു, അതും നല്ല ചൂരക്കറി. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഞാൻ ഒരു പ്ലേറ്റ് ദോശ ഇങ്ങ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ കപ്പ വേവിച്ചതുകൂടെ എടുത്തു. കപ്പ വേവിച്ചതിൻ്റെ കൂടെ നല്ല ചുവന്ന കൊടംപുളി ഇട്ട് വെച്ച മീൻകറി അടിപൊളി കോംബോയാണ്. അങ്ങ് കഴിച്ചു, പിന്നെ ഒന്നും നോക്കിയില്ല. എനിക്ക് ചൂരക്കറിയുടെ കൂടെ എല്ലാം പോയി. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ചൂരക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൂരക്കറി ഇങ്ങനെ കൊടംപുളി ഇട്ട് വെക്കണം കേട്ടോ, അത് മെയിനാണ്. ഈ ട്രിവാൻഡ്രം സ്റ്റൈലൊക്കെ വേറെ ഒരു രീതിയാണ്, അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കൊടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ രണ്ടുപേരും കൊടംപുളി ഇട്ട് വെച്ച മീൻകറി കൂട്ടി നന്നായിട്ട് ഇന്നലെ പോളിംഗ് നടത്തി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഗണേശ ചതുർത്ഥി നടക്കുമായതുകൊണ്ട് എല്ലായിടത്തും നല്ല മോദകമുണ്ട്. അപ്പോൾ പോയി ഒരു മോദകവും മേടിച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ രസമലായി എന്ന് പറഞ്ഞ ഒരു സാധനം സ്വീറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അടിപൊളി ടേസ്റ്റാണ്. കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്ക്, പൊളി സാധനമാണ്.